പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന സകല പ്രശ്നങ്ങളെയും, നമ്മുടെ ജീവിതത്തിലുള്ള സകല അനുഭവങ്ങളെയും ദൈവകരങ്ങളിലേക്ക് വിശ്വാസത്തോടുകൂടി ഒന്ന് ഭരമേൽപ്പിക്കുക. അതെ, നിനക്ക് തീർച്ചയായിട്ടും നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കും. അവൻ ഒരിക്കലും വാക്കുമാറുന്നവനല്ല. അവൻ ഒരിക്കലും വാഗ്ദാനങ്ങൾ പാലിക്കാത്തവനല്ല. തീർച്ചയായിട്ടും അവിടുന്ന് നിനക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കും. അവിടുന്ന് നിന്നോട് വിശ്വസ്തനായിരിക്കും. നീ അവിശ്വസ്തനായിരുന്നാലും കർത്താവ് നിന്നോട് വിശ്വസ്തനായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിത മേഖലകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതെ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി ഭവനമൊരുക്കുന്ന കർത്താവ്, നമ്മുടെ ജീവിത സഹനങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കർത്താവ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന കർത്താവ്, ആ കർത്താവിനെ കണ്ടുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ആരാധിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ കർത്താവിനെ പാടി നമുക്ക് ആരാധിക്കാം. സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വലിയ വിശ്വാസത്തോടെ കരങ്ങളടിച്ച് കർത്താവില് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നോക്കിക്കൊള്ളുമെന്നുള്ള ആഴമായ ബോധ്യത്തോടുകൂടി നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇരുവശങ്ങളിലും കരങ്ങളടിച്ച് വലിയ വിശ്വാസത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ.
ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്കും യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കും യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. മരണയോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. മരണത്തെ ജയിച്ചു കൂടെയുണ്ട്, ഉയർപ്പിക്കും കാഹള ധ്വനിയതിങ്കൽ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ചിരിച്ചുകൊണ്ടാകാം. ഹല്ലേലൂയ, വലതുകരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ശാന്തമായി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ആലപിച്ച ഗാനത്തിൻ്റെ ഈരടികൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത യാത്രയിൽ ദൈവമായ കർത്താവ് എല്ലാ നിമിഷവും നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ കൂടെയുണ്ട്. അതുകൊണ്ട് തിരമാലകൾ അടിച്ച് ഉയർന്നാലും ശക്തമായ കൊടുങ്കാറ്റ് നമ്മുടെ തോണിയെ മുക്കുമെന്ന് തോന്നിക്കുമ്പോഴും നമ്മളൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ ശക്തിയുള്ളവൻ, അധികാരമുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനെ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, അകക്കണ്ണിൽ കണ്ട് നമുക്ക് ആരാധിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് അവിടുന്ന് ഇപ്പോൾ കടന്നു വരണമേ എന്ന് ക്ഷണിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ ഒരിക്കലും ദൈവം കടന്നു വരികയില്ല. അവിടുന്ന് മാന്യനായ ദൈവമാണ്. നീ ക്ഷണിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും വളരെ സന്തോഷത്തോടെ യേശു നിൻ്റെ ജീവിതമാകുന്ന തോണിയിലേക്ക് കടന്നു വരും. കർത്താവെ, എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ഈ നിമിഷങ്ങളിൽ അവിടുന്ന് കടന്നു വരണമേ. അനേക വർഷങ്ങളായി ഞാൻ അധ്വാനിക്കുന്നു, പക്ഷേ എനിക്ക് ഒന്നും നേടുവാൻ സാധിച്ചിട്ടില്ല. കർത്താവെ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ. എൻ്റെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തെ അവിടുന്ന് എടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സർവശക്തനായ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി അതിൻ്റെ പ്രതീകമായിട്ട് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് ഏതാനും നിമിഷങ്ങൾ വലിയ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ കർത്താവ് ഈ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വലിയ ബോധ്യത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധമയോട് ചേർന്ന്, വിശുദ്ധന്മാരോട് ചേർന്ന് എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ തകർച്ചകളെ ഓർത്ത് കർത്താവിനെ ആരാധിക്കാം. വേദനകളെ ഓർത്ത് കർത്താവിനെ ആരാധിക്കാം.
കൂടെയുള്ള കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന കർത്താവിൻ്റെ മനോഹരമായ ആ മുഖവും അവിടുത്തെ സ്വരവും നമുക്ക് കേട്ടുകൊണ്ടായിരിക്കാം. പരിശുദ്ധയമ്മേ, രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ഓരോ മകനെയും മകളെയും യേശുവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ ഞങ്ങളെക്കാൾ അധികമായി അറിയാവുന്ന ഞങ്ങളുടെ സ്വർഗത്തിൻ്റെ അമ്മേ, ഞങ്ങൾക്കായി പ്രത്യേകമായി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മോക്ഷവാസികളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശാന്തമായിരിക്കും. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏണസ്റ്റൈൻ ഷൂമാൻ ഹെങ്ക് ലോക പ്രസിദ്ധയായിട്ടുള്ള ഒരു ഓപ്പറ ഗായികയാണ്. പക്ഷേ അവരുടെ അനിതര സാധാരണമായ വിജയത്തിൻ്റെ പിന്നിൽ വലിയ ഒരു തകർച്ചയുടെ ചരിത്രമുണ്ട്. ഈ തകർച്ചയുടെ ചാരകൂമ്പാരത്തിൽ നിന്ന് യേശുവിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു ചരിത്രമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നിനു പുറകെ ഒന്നായി അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ്. ഭർത്താവിനോടും 4 കുഞ്ഞുങ്ങളോടുമൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു അവർ. എന്നാൽ അവരുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടായി. ഭർത്താവ് ഒരു ദിവസം അവരെയും 4 കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. പിന്നീട് അവർ രോഗിയായി തീർന്നു. ഈ ഉണ്ടായിരുന്നത് കൊണ്ട് ജോലി ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കുടുംബത്തിൽ അവരുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഈ 4 കുഞ്ഞുങ്ങളും അമ്മേ ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് നിലവിളിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യുവാൻ പറ്റാത്ത ഒരു അവസ്ഥ. സഹായിക്കുവാനായിട്ട് ആരുമില്ല. ചുറ്റും കൂരിരുട്ട് മാത്രമേയുള്ളൂ. പ്രകാശത്തിൻ്റെ ഒരു കിരണം പോലുമില്ല. ഈ അവസ്ഥയിൽ അവർ തീരുമാനിച്ചു, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. അവർ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കുക എന്നതായിരുന്നു അവർ കണ്ടുപിടിച്ച മാർഗം. കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് അവർ ട്രെയിൻ ട്രാക്കിനടുത്ത്, പാളത്തിനടുത്ത് ട്രെയിൻ വരുന്നത് കാത്ത് നിൽക്കുകയാണ്. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. സ്വർഗത്തിലുള്ള ദൈവം നമ്മുടെ സ്നേഹമുള്ള പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുന്ന് ഒരു നാളും നമ്മെ അനാഥരായി കൈവിടുകയില്ല. തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന്
ഇടപെടുക തന്നെ ചെയ്യും. ആത്മഹത്യ ചെയ്യുവാനായിട്ട് ട്രെയിൻ കാത്തു നിൽക്കുന്ന 4 കുഞ്ഞുങ്ങളോടുമൊപ്പം ട്രെയിൻ കാത്തു നിൽക്കുന്ന ഈ യുവതിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ ഇടപെടുകയാണ്. ഏറ്റവും ഇളയ കുഞ്ഞിന് 4 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞ് അമ്മയോട് പറയുകയാണ്, അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. ഇപ്പോൾ രാത്രിയാണല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിലൂടെ എന്നോട് സംസാരിക്കുന്നത് ദൈവമാണ് എന്ന് അവര് തിരിച്ചറിഞ്ഞു. ആ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവനായ ദൈവം എന്നെ നിശ്ചയമായും ഈ പ്രതിസന്ധിയിൽ സഹായിക്കുമെന്നുള്ള വലിയൊരു ബോധ്യം ആ നിമിഷം അവരുടെ മനസ്സിൽ വന്ന് നിറഞ്ഞു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ നിരാശയും അന്ധകാരവും മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് കുഞ്ഞുങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കിയ ശേഷം അവരുടെ വീട്ടിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവായ ദൈവമേ, ഈ ലോകത്തിൽ എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ രക്ഷകനായി കടന്നു വരണമേ. ആ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുവരെയായിട്ടും അവര് ചിന്തിക്കാതിരുന്ന ഒരു രക്ഷയുടെ വഴി, ജീവിക്കുവാനുള്ളൊരു മാർഗം അവരുടെ മനസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുകയാണ്. അവരോർത്തു, എനിക്ക് നന്നായിട്ട് പാടുവാനുള്ള കഴിവുണ്ട്, ഈ കഴിവ് ഞാൻ ഉപയോഗിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കുമെന്ന് അവർ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം മുതൽ അവര് സംഗീത സദസ്സുകളില് പാടുവാനായിട്ട് ആരംഭിച്ചു. ജനങ്ങൾ അവരുടെ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവര് പ്രസിദ്ധിയായി തീർന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോക പ്രസിദ്ധയായ ഒരു ഗായികയായി ഈ ഏണസ്റ്റൈൻ ഷൂമാൻ ഹെങ്ക് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശബ്ദമുയർത്തി ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഈ യുവതിയുടെ ജീവിതം 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങളെങ്കിലും നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, പ്രതിസന്ധികളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. തകർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകാത്തൊരു മനുഷ്യനുമില്ല. പക്ഷേ മനുഷ്യര് 2 രീതിയിലാണ് ഈ പ്രതിസന്ധികളോട് ഇടപെടുന്നത്. ചില മനുഷ്യര് ഈ പ്രതിസന്ധികൾക്ക് കീഴ്പ്പെട്ടു പോകുന്നു, നിരാശപ്പെട്ടു പോകുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ പ്രതിസന്ധികളെ കീഴടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 18:29. സങ്കീർത്തനം 18-ാം അധ്യായം 29-ാം വാക്യം. സങ്കീർത്തകൻ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടമതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടമതിൽ ചാടിക്കടക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്ര അഭിമാനത്തോടെയാണ് അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ദൈവം, ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ആ ദൈവം, വിശ്വസ്തനായ ദൈവം, ആ ദൈവം എന്നെ ചതിക്കുകയില്ല. എൻ്റെ പ്രതിസന്ധിയുടെ നാളിൽ എനിക്ക് ശക്തിയായി, എനിക്ക് ബലമായി ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. അനുഭവത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ സങ്കീർത്തകൻ പറയുകയാണ്. അതുകൊണ്ട് ഈ തകർച്ചയുടെ നിമിഷത്തിൽ, ഈ വലിയ കോട്ടമതിൽ, അതിനെ ചാടിക്കടക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ശക്തി തരുമെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 18:29. വീണ്ടും സങ്കീർത്തനം 31:24 പ്രകാരം പറയുന്നു. സങ്കീർത്തനം 31:24, കർത്താവിനെ കാത്തിരിക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണം?
കാത്തിരിക്കണം. പെട്ടെന്ന് ചാടി ആത്മഹത്യ ചെയ്യരുത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. സങ്കീർത്തനം 31:24 വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്തെ സന്ദേശമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ അനുവദിക്കുന്നത് നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തകർച്ചകൾ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നിങ്ങൾക്കറിയാം, ഏണസ്റ്റ് ഷൂമാൻ ഹെങ്ക് അവരുടെ ജീവിതത്തിൽ ഈ തകർച്ചകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു സാധാരണ വീട്ടമ്മയായിട്ട് ജീവിച്ചു മരിക്കുമായിരുന്നു. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായത് കൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തുവാൻ, ലോക പ്രസിദ്ധിയാകുവാനായിട്ട് സാധിച്ചു. ഇത് ലോകത്തിൻ്റെ യുക്തി കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുകയില്ല. എങ്ങനെയാണ് ദൈവം തകർച്ചകളെ നന്മയാക്കി മാറ്റുന്നത്? ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനത് ഒരിക്കലും മനസ്സിലാവുകയില്ല. പക്ഷേ ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയത്തിലൊരു ബോധ്യമുണ്ട്. ഞാൻ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും വരും നാളുകളിൽ എൻ്റെ ദൈവം അനുഗ്രഹത്തിൻ്റെ മുത്തുമണികളാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, 37-ാം സങ്കീർത്തനം 34-ാം വാക്യം. 37-ാം സങ്കീർത്തനത്തിൽ 34-ാം വാക്യപ്രകാരം പറയുന്നു, കർത്താവിനെ കാത്തിരിക്കുക. വീണ്ടും പറയുന്നത് കർത്താവിനെ കാത്തിരിക്കണമെന്നുള്ളതാണ്. പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി തിടുക്കം കൂട്ടരുത്. കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയമാകുന്നത് വരെ നീ കാത്തിരിക്കുവാൻ തയ്യാറാകണം. കർത്താവിനെ കാത്തിരിക്കുക, കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കുക. ഒരിക്കലും ദൈവത്തെ നീ ഉപേക്ഷിച്ചു പോകരുത്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ നീ ജീവിക്കുക. അടുത്ത വാക്യം പറയുന്നു, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം ഇതാണ്. നീ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തനായിട്ട് നിൽക്കുകയാണെങ്കിൽ ദൈവം നിനക്ക് നൽകുന്ന സമ്മാനം എന്താണ്? ഈ ഭൂമി മുഴുവൻ അവകാശമായി നിനക്ക് നൽകും. ദൈവം നിന്നെ ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഏണസ്റ്റൈൻ ഷൂമാൻ ഹെങ്ക് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ, ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചപ്പോൾ ഈ ഭൂമി മുഴുവൻ അവകാശമായി ആ യുവതിക്ക് ദൈവം നൽകി. ലോക പ്രസിദ്ധിയായി ദൈവം അവരെ ഉയർത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ദൈവം ഈ രാത്രിയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ തകർച്ചയിൽ ഇടപെടുവാൻ, നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ ആ ദൈവത്തിന് നിശ്ചയമായും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. 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 മൂന്നാമത്തെ സന്ദേശം, ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കുവാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ വിജയം നേടുന്നവര് ശക്തിയുള്ളവരല്ല, വലിയ ബുദ്ധിയുള്ളവരല്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ സാധിക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് ആ രാത്രിയില് ആ കുട്ടി സംസാരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ശബ്ദമായി തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്
ഈ പിഞ്ചു കുഞ്ഞിലൂടെ അവിടുന്ന് എന്നോട് സംസാരിക്കുകയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറ്റുന്ന വലിയൊരു പരാജയം, നമ്മുടെ പ്രതിസന്ധിയില്, നമ്മുടെ തകർച്ചകളില് നമ്മൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ പിറുപിറുക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്, മറുതലിക്കുകയാണ്, എന്തുകൊണ്ട് സംഭവിച്ചു? എന്നാൽ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിശ്ചയമായും നിന്റെ മനസ്സിനോട്, നിന്റെ ജീവിതത്തോട് ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തിപരമായ ബോധ്യങ്ങൾ ദൈവം നിനക്ക് നൽകും. വ്യക്തിപരമായ ബോധ്യങ്ങൾ നൽകും. ചിലപ്പോൾ ദൈവം നിന്റെ ജീവിത പങ്കാളിയിലൂടെ ആയിരിക്കാം സംസാരിക്കുന്നത്. ദൈവത്തിന് സംസാരിക്കുവാൻ പല മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ ദൈവം നിന്റെ മക്കളിലൂടെ ആയിരിക്കാം സംസാരിക്കുന്നത്. ചിലപ്പോൾ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം സംസാരിക്കുന്നത്. ചിലപ്പോൾ തിരുവചനത്തിലൂടെ ആയിരിക്കാം സംസാരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നീ ഈ ലോകത്തില് വിജയം നേടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ തകർച്ചകളെ കീഴടക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിശ്ചയമായും ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ തയ്യാറാകണമെന്ന് ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ തീരുമാനമെടുക്കാം. എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ ഒരിക്കലും പതറിപ്പോവുകയില്ല. എൻ്റെ ദൈവത്തെ ഞാൻ കാണും. ഞാൻ അടിയുറച്ച് വിശ്വസിക്കും, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും തകർച്ചകളും എല്ലാം വരുന്ന ആളുകളിൽ ദൈവം എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, ഏകാന്തതയുടെ നാളുകളിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കാതോർത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശാന്തമായിട്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തെ ശാന്തമാക്കുക. ദൈവസന്നദ്ധിയിൽ ശാന്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കൂ. എൻ്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാകാം. നിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കാം. ഈ നിമിഷം നീ തിരിച്ചറിയുക, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. അവിടത്തേക്ക് ഒരു നിമിഷം മതി. കരങ്ങൾ ഉയർത്തുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റ് ശാന്തമാകും. കർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കുക. നിൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കുവാൻ സാധിക്കുന്ന ജീവിക്കുന്നവനായ സർവശക്തനായ കർത്താവിൻ്റെ പക്കലേക്ക് നോക്കിക്കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, രാത്രിയിൽ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ കുടുംബത്തെ അവിടെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. അവരുടെ ഭാവിയെ അവിടുന്ന് അനുഗ്രഹിക്കും. നിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക്, രോഗത്തിൻ്റെ അവസ്ഥകളിലേക്ക്, ഏകാന്തതയുടെ അനുഭവങ്ങളിലേക്ക് ദൈവം കടന്നു വരും. നിന്നെ ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഓർക്കുക, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. നിന്നെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. നിന്നെ അവിടുന്ന് ദാസനായിട്ടല്ല കാണുന്നത്, വേലക്കാരനായിട്ടല്ല കാണുന്നത്. നിന്നെ മകനായിട്ട് പരിഗണിക്കുന്ന, മകളായിട്ട് പരിഗണിക്കുന്ന, നിന്നെ ബഹുമാനിക്കുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ആ ദൈവത്തിൻ്റെ പക്കലേക്ക്, നിന്നെ രക്ഷിച്ചവനായ യേശുവിൻ്റെ പക്കലേക്ക്, സർവശക്തനായ കർത്താവിൻ്റെ പക്കലേക്ക് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ലോകത്തിൻ്റെ അവസാനം വരെ എല്ലാ നിമിഷവും നിന്റെ കൂടെയായിരിക്കുന്ന ആ കർത്താവിൻ്റെ പക്കലേക്ക് നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും ഉയർത്തിക്കൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്തി ഒരിക്കൽ കൂടെ സ്വതന്ത്രമായി എല്ലാ പ്രശ്നങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു തലമുടി നാരിഴ പോലും താഴെ വീഴുന്നില്ല. അവിടുന്ന് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഒന്ന് നിയന്ത്രിക്കുവാൻ ദൈവത്തിന് സാധിക്കും. നിന്റെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. അനുഗ്രഹത്തിന്റെ മുത്തുമണികളാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ബോധ്യം നൽകുന്നത്. പരിശുദ്ധാത്മാവിനെ നീ ആരാധിക്കുക. നിന്നെ സ്നേഹിക്കുന്നവനായ പിതാവിനെ ആരാധിക്കുക. നിന്റെ കൂടെ ആയിരിക്കുന്ന കർത്താവിനെ ആരാധിക്കുക. സ്വതന്ത്രമായി ഭാഷാവരത്തില് ദൈവത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിലിരുന്ന് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നാഥനും രക്ഷകനും പ്രകാശവുമായി ഈ നിമിഷങ്ങളിൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സ്വന്തമായിട്ട് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ വലത് കരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയോടെ സന്തോഷത്തോടെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്.